കൂടുതലായി ഇനിയും ഉയർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാതാപിതാക്കന്മാരെ, ഈ സഭയിലെ ജനങ്ങളെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ പ്രിയ അമ്മച്ചനെയും അമ്മച്ചയെയും ശുശ്രൂഷിച്ചുകൊണ്ടും മാത്രമല്ല, ഇവിടെയുള്ള ഓൾഡ് ഏജ് ഹോമിൽ, പ്രായമുള്ളവർ നോക്കുന്നതായ ഹോമിൽ അവർക്കാവശ്യമുള്ള ആശ്വാസ വചനം കൊടുക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശം കൊടുക്കുവാനും ശുശ്രൂഷ കൊടുക്കുവാനും ഇവരെ ദൈവം കുടുംബമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു കോൺഗ്രിഗേഷൻ എന്ന് നമ്മൾ കുറച്ച് വീട്ടുകാരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചെറിയ സഭയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ശുശ്രൂഷ അനവധിയാണ്, യാതൊരു സംശയമില്ല. ഇവിടെ നമ്മുടെ അഞ്ജലിയിലെ അച്ഛനാണെങ്കിൽ തന്നെ അദ്ദേഹം ധാരാളം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള മകനെക്കുറിച്ചുള്ള ചികിത്സയുമായുള്ള ബന്ധത്തിൽ അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ടായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മഹാടകയിലുള്ളതായ ശുശ്രൂഷകർ നമ്മുടെ മഹാടകയിലോ മറ്റു മഹാടകയിലോ ആയിരിക്കുമ്പോൾ തന്നെയും നമ്മുടേതായ ആ തനിമ, ആ സഹകരണം, ആ സഹനം കാത്തു സൂക്ഷിക്കുവാൻ ദൈവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഓർക്കുമ്പോൾ നമുക്കത് അഭിമാനമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയ സാറ് ഈ ഒരു ശുശ്രൂഷ ഏറ്റെടുത്തതായ സമയം ഞാൻ ഓർക്കുന്നു. ഒറ്റപ്പാലത്തും അതുപോലെ ഉള്ള 2 സഭയിലും ഒക്കെയും വളരെയേറെ ത്യാഗം. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തെ പോലെയല്ല ഇവിടെ നമുക്ക് അറിയാം. ഇപ്പം അടുത്തൊരു വീട് ഇല്ല എന്ന് പറഞ്ഞാൽ സഭയിലെ അംഗത്തിൻ്റെ വീട് ഏറ്റവും അടുത്തതായിട്ടില്ല, ദൂരെയാണ് ഉള്ളത്. എന്നാൽ എത്ര ദൂരെയായിരുന്നാലും നമ്മൾ ഓർത്തതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എത്ര കരുതലാണ് ദൈവം നൽകുന്നു ഓർക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ഭവൻ ദൈവം ഒരുക്കിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വഴികാട്ടിയായിട്ട് പ്രിയ സാറിൻ്റെ കൂടെ മോള് ആ ബൈക്കേറ്റ് വന്നപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. ഇങ്ങനെ തീർച്ചയായിട്ടും അതൊക്കെ ഒരു അനുഭവമാണ്. ഇവരുടെ അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇവർക്കും ഇനി പ്രായമായി വരുമ്പോൾ ഇവർക്കും അവരുടേതായ നിലയിൽ സുവിശേഷ വേല ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്കെല്ലാം ഗൈഡായിട്ട് ഈ പ്രിയ സാറിനോട് ചേർന്ന് പ്രിയ മകൾ വന്നതായ രംഗം ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. നമ്മളെ കൊണ്ടുവന്നതായ ചെറിയ കാര്യമാണ് എങ്കിലും അതിൻ്റെ വലുപ്പം എത്ര വലുതാണ്. പിതാവിനോട് കൂടെ വിശ്വാസികൾക്ക് വഴികാട്ടിക്കെടുക്കുന്നതായ ഒരു മക്കൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് അനുഗ്രഹമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും 2 കുഞ്ഞുങ്ങളെയും അതുപോലെ ഡൽഹിയിലുള്ളതായ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവിന് ദൈവം നൽകിയതായ ആ മിഷണറി ദൗത്യം ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ഷീണാവസ്ഥകളൊക്കെ കർത്താവ് മാറ്റി നൽകിയിരിക്കുന്നു. ഇനിയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മച്ചിയുടെയും മനോഹരമായ പാട്ടുകളും ഹിന്ദിയിലുള്ളതായ നൈപുണ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും വിവിധ ഭാഷയുള്ളതായ നൈപുണ്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഭാഗം അവസാനിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചും ഒരുപക്ഷെ ഒരു ഓണവാര സുവിശേഷ വേലയെക്കാളും ഉള്ള ഒരു പ്രതികൃതി നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ചെന്ന് കാണുവാനും വന്നു കാണുവാനുള്ള ആഹ്വാനം സ്വീകരിക്കുകയും ചെന്ന് കാണുവാനുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മെ തേടി വന്ന കർത്താവിൻ്റെ ആ ഒരു കൃപ എത്ര വലുതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇപ്പോഴും പ്രിയ അപ്പച്ചൻ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രായമുള്ളവരുടെ ഇടയിൽ അവർക്ക് വേണ്ടിയുള്ള ഓട്ടം, അതെത്രയോ ധന്യമായ ശുശ്രൂഷയായിരിക്കും. നമുക്ക് അഭിമാനിക്കാം. ഇവരിപ്പോഴും ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഒരുപക്ഷെ ക്ഷീണാവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ ആദ്യം കുറേ വർഷം നേരത്തെ മുമ്പ് കിടപ്പിലാകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് കേട്ടത്. എന്നാൽ ഇപ്പോൾ വളരെ ധൈര്യത്തോടു കൂടിയുള്ള ശുശ്രൂഷ, കുടുംബമായിട്ട് തന്നെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും വല്യപ്പച്ചനും വല്യമ്മച്ചും എല്ലാം ഇങ്ങനെയുള്ള നല്ലൊരു ഫാമിലിയായിട്ട് ഇവിടെ നമുക്ക് ഒരു അംബാസഡേഴ്സ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഓർത്ത് ഇതിന് സ്തോത്രം ചെയ്യാം. നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പ്രചോദനം നമുക്ക് ലഭ്യമാകുവാൻ സാധിക്കും. നമുക്കിനിയും തുടർന്നതായ സമയങ്ങളിലും ചെന്ന് കാണുവാനും വന്ന് കാണുവാനും ഉള്ള കൃപയിൽ ബലപ്പെടാം. നമുക്ക് കടലടയ്ക്കാം. ഒരു പാട്ടുകൂടെ പാടി നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഈ മാതാവിനെയും ഈ സഭയെ ശുശ്രൂഷയോടൊപ്പം തന്നെ ഈ മാതാപിതാക്കളെ ഇത്രയും ഗൗരവമായി കരുതുവാനുള്ള ആ ഒരു കരുതലിൻ്റെ കൃപ എന്ന് പറയുന്നത് അതും തീർച്ചയായിട്ടും ദൈവം നൽകിയതായ വരദാനമാണ്. അത് യാതൊരു സംശയമില്ല. ഈ ഒരു കരുതൽ നമുക്ക് ശുശ്രൂഷകരായ ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായ ആവശ്യമില്ലല്ലോ. സുവിശേഷ നിമിത്തം നാടും വീടും വിട്ട് എല്ലാം വിട്ട്
ഇറങ്ങിത്തിരിച്ചതായ ആളുകൾ ശുശ്രൂഷകർക്ക് അവരുടെ ശുശ്രൂഷ നടത്തുവാൻ വളരെ പ്രയാസമുള്ള ഈ ഒരു എല്ലാ കാലഘട്ടങ്ങളിലും അവരുടെ മാതാപിതാക്കന്മാരെയും കൂടെ ചേർത്ത് നിർത്തി അവരെയും കരുതുവാനും ഈ പ്രിയ മക്കളുടെ ഈ പ്രിയ കുട്ടിയുടെയും എല്ലാം ഒരുമിച്ചുള്ളതാണ് നമ്മുടെ ആൻറ്റി എന്ന് പറയുന്നതാണ്. ആൻറ്റിയുടെയും അച്ഛൻ്റെയും ഒരുമിച്ചുള്ള ത്യാഗപൂർണമായ അവരുടെ ആ ഒരു ശുശ്രൂഷയിലൂടെ ദൈവം നൽകിയ താലന്തുകളിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്ന് സംഘാടന പാഠവുമാണ്, 2 ലാംഗ്വേജാണ്, 3 3 കാര്യമാണ് പ്രധാനമായിട്ട് ഓർക്കുന്നത്, സംഗീതം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ മധ്യകേരള കർണാടക ആയിരുന്നതായ സമയത്ത് അന്നുണ്ടായിരുന്ന കോട്ടയം മധ്യകേരള കർണാടകയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഗായക സംഘങ്ങൾ ഒരുമിച്ച് ഗാനമത്സരത്തിനായിട്ട് അന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് മധ്യകേരള കർണാടകയിലെ ഏറ്റവും ബെസ്റ്റ് കൊയർ 1ാം സ്ഥാനം നേടുന്നത് ഇലപ്പള്ളി കൊയറായിരുന്നു. ഇപ്പോഴും ഇലപ്പള്ളി ഗായക സംഘമായിരുന്നു. 1980കളുടെ മുൻപുള്ള വർഷങ്ങളിൽ പ്രധാനമായിട്ട് ചില വർഷങ്ങൾ എടുത്ത് ഞാൻ പറഞ്ഞു ഓർക്കുന്നു. ഇലപ്പള്ളി ഗായക സംഘം അത് മധ്യകേരള കർണാടകയിലെ എല്ലാ ഗായക സംഘങ്ങളും നടത്തപ്പെട്ടതായ കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം നേടിയതായ കൊയറായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇലപ്പള്ളി പ്രദേശം എന്ന് പറയുമ്പോൾ വലുതായിരുന്ന പല പ്രദേശങ്ങളിൽ നിന്ന് വന്നതായ ആൾക്കാരുമുണ്ട്. എങ്കിലും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ തന്നെയും. അപ്പോൾ ഈ ഒരു വലിയ അനുഭവത്തിലൂടെയാണ് ദൈവം ഇവരെ നടത്തിയത് എന്ന് ഓർക്കുമ്പോൾ ആ ദൈവം നൽകിയിരിക്കുന്നതായ ഈ റിസോഴ്സസ് എല്ലാം ഇനിയും അനേകർക്ക് കൊടുക്കുവാൻ ദൈവം ഈ കുടുംബത്തിന് അവസരങ്ങൾ നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഭാഷ നൈപുണ്യം ശുശ്രൂഷയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വിലയേറിയാണ്. പലപ്പോഴും നമ്മൾ നോക്കുന്നതായ സമയത്ത് പല സ്ഥാനങ്ങളിലേക്കും ആളുകൾ നിയമിക്കപ്പെടുമ്പോൾ നിയമിക്കപ്പെട്ടതിന് ശേഷം പഠിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യമുണ്ട്. എന്നാൽ ഈ കുടുംബത്തെ സംബന്ധിച്ച് അനേക വർഷങ്ങൾ, ദശാബ്ദങ്ങൾ ഓരോ വർക്കേണ്ടയുടെ ഗ്രാമാന്തരങ്ങളിലും വിവിധ ഇടങ്ങളിലും ഒക്കെയും കാലാവസ്ഥാ പ്രതിസന്ധികൾ, യാത്രാ പ്രതിസന്ധികൾ, അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതിൻ്റെ എല്ലാം നടുവിലൂടെ എങ്ങനെയാണ് ഇത്രത്തോളം ജയോത്സവമായി മുൻപോട്ട് വന്നത് എന്നതിൻ്റെ നല്ല ഒരു ജീവിതത്തിൻ്റെ ഗ്രാഫ് ഇവർക്കുണ്ട് എന്നോർക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ധാരാളം കൃപകൾ ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് അവിടെയെല്ലാം കേൾക്കുമ്പോൾ പ്രിയ അപ്പച്ചനും അമ്മച്ചും ഒക്കെ ക്ഷീണിതരാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ ക്ഷീണാവസ്ഥയിലാണ് എന്നുള്ള അവസ്ഥ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്കവിടെ വന്ന് കാണുവാൻ സാധിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായ പുഞ്ചിരിയോടുകൂടി, ഇത്ര നല്ല പ്രസന്നതയോടുകൂടി നമ്മെ ഫേസ് ചെയ്യുവാൻ, നമ്മോട് കൂടെ ആയിരിക്കുവാൻ ഇപ്പോൾ ഈ ഫാമിലിക്ക് ഒരു ദൈവം കൃപ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കൃപയാണ്. അതാണ് കൃപയുടെ വ്യാപാരം എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഓർക്കുവാൻ കഴിയും. നമുക്ക് ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടെ വരുവാനുള്ള കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ളത് തന്നെയാണ്, യാതൊരു സംശയമില്ല. കുടുംബക്കാരെ മാത്രമല്ല എല്ലാവരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തില് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അപ്പോസ്തലന്മാർ നമ്മെ ഓർപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന് വന്ന് കാണുവിൻ എന്നുള്ളതാണ്. 2 ചെന്ന് കാണുവിൻ എന്നുള്ളതായ 2 ആശയങ്ങൾ പ്രധാനമായിട്ടും കാണുവാൻ സാധിക്കും. അന്ത്രയോസിന്റെ ജീവിതത്തിലും കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു കണ്ടുമുട്ടലിലും എവിടെയാണ് അങ്ങ് താമസിക്കുന്നത്, ഗുരു താമസിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ വന്ന് കാണുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സുവിശേഷ വേലയുമായിട്ടുള്ള ബന്ധത്തില് ചെന്ന് കാണുക എന്നുള്ളതും കൂടെ ഏറ്റവും ഭക്തി ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് യാക്കോബിന്റെ ലേഖനവും നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വന്നു കാണുവാനും ചെന്ന് കാണുവാനും ഒക്കെയുള്ള ധാരാളം അവസരങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്രകാരം ഒരു ആശയം രൂപീകരിക്കുവാനും നമുക്ക് ഇത്രയോളം ആളുകൾക്ക് ഇവിടെ വരുവാനും സാധ്യമായത് ഏറ്റവും വലിയൊരു കൃപയാണ്. ഈ ബാസൽ മിഷൻ പാരമ്പര്യമുള്ള ഈ പ്രദേശത്ത്
ഇപ്പോൾ മേലുകാവിൽ ഫാമിലി ഇവിടെ ഉണ്ടെന്നാണ് സാറ് പറഞ്ഞത്. എസ് ജോൺ സാറുമായി ആ ഫാമിലിയോട് ബന്ധപ്പെട്ട ഒരു കുടുംബം കൂടി ഇവിടെ മേലുകാവിൽ നിന്ന് വന്നതായ ഇവിടെ ഒരു കുടുംബം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പലയിടങ്ങളിൽ നിന്ന് തിരുവല്ല, ചങ്ങനാശ്ശേരിയിൽ നിന്നും പത്തിരുപത് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ജോലി സംബന്ധിച്ചും മറ്റു പണിക്കായിട്ടും ഒക്കെ നേരത്തെ വന്നവരും ഒക്കെ ആയിട്ട് 10-15 ഫാമിലി ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ 40-ലധികം 50 വർഷം പഴക്കത്തെക്കുറിച്ചുമൊക്കെ ഈ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ഒരു ഭവനവും ഒരു കുടുംബവും കൂടെ ഈ സെന്റ് ജോൺസ് ചർച്ചും കൂടെ ഉണ്ട് എന്ന് ഓർക്കുന്നു. ഇവിടുത്തെ ഇടവക വികാരി നമ്മുടെ ഈസ്റ്റ് കേരളക്കാരനാണ് എന്നും കൂടെ ഓർക്കുമ്പോൾ പ്രദീപച്ചൻ കിടമ്പറോ മാട്ടക്ലാപ്പിൽ പ്രദീപച്ചനാണ് ഇവിടുത്തെ വികാരി എന്ന് ഓർക്കുമ്പോൾ അഞ്ചേരി നമ്മുടെ മണ്ണ വഴിക്കാണ് കൊണ്ട് പോകുന്ന വഴിക്ക് അഞ്ചേരി സഭ. അതുപോലെ നമ്മുടെ ഈസ്റ്റ് കേരളയിൽ നിന്നും പല കുടുംബങ്ങളും ആ സഭയിലുമുണ്ട്, അഞ്ചേരി സഭയിലുമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് നമ്മൾ വന്നതായ വഴിക്കാണ് പല ഡിനോമിനേഷൻ, പല ബോർഡുകൾ കണ്ട് ഷാരോൺ ഫെലോഷിപ്പ്, സെവന്ത്-ഡേ ചർച്ച്, കത്തോലിക്ക സഭ, തന്നെ പല പള്ളികൾ. അപ്പോൾ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ധാരാളം ഈ പ്രദേശത്ത് ഉണ്ട് എന്നോർക്കുമ്പോൾ തീർച്ചയായിട്ടും അഭൂതപൂർവമായൊരു വളർച്ച ഈ പ്രിയ കുടുംബത്തിലൂടെ ഈ പ്രദേശത്തിന് ലഭ്യമാകട്ടെ. ഈസ്റ്റ് കേരളയിൽ നിന്ന് നമുക്ക് അഭിമാനമായിട്ട് അംബാസഡർ ഇവിടെ കൊച്ചിൻ ഡയസിസിലും ഈ ഒരു ഫാമിലി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ധാരാളം വിഭവങ്ങളാൽ നിറയപ്പെട്ട ഒരു കുടുംബം, ധാരാളം പരിമിതികൾ ഉണ്ടായിരുന്നു, ധാരാളം ആവശ്യങ്ങൾ. പ്രിയ അപ്പച്ചൻ്റെ ക്ഷീണാവസ്ഥകളിൽ സർജറിയുമായിട്ടുള്ള കാര്യങ്ങൾ ധാരാളം പ്രിയ മക്കൾ വളരെ അധ്വാനിച്ചു. കാരക്കോണത്തുള്ള ചികിത്സയും തൃശ്ശൂറുള്ള ചികിത്സയും അതുപോലെ ഇങ്ങനെയുള്ള വലിയ പ്രദർശനങ്ങളൊക്കെ നടുവിലും ദൈവം ഈസ്റ്റ് കേരള യമുനവിഷ്ണനെയും ട്രിവാൻഡ്രത്ത് ആ ഒരു പ്രത്യേക സമയത്ത് ഒരുക്കിയെന്ന് ഓർക്കുമ്പോൾ ദൈവം നമുക്കായി കരുതുന്ന ദൈവമാണെന്നും ആ ദൈവം ഏത് സാഹചര്യത്തിലും നമ്മെ നടത്തുമെന്നുള്ള ഒരു വലിയ വിശ്വാസവും കൂടെ നമുക്ക് ഇവരുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. എനിക്ക് ഇന്ന് എടുത്തു പറയുവാനുള്ള പ്രധാനപ്പെട്ട ആശയം ഇത് തന്നെയാണ്. കാരണം ഈ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് ബാഹ്യമായി കാണുന്നതിലും അധികമായിട്ടുള്ള റിസോഴ്സസ് കൊണ്ട് നിറച്ചത് കൊണ്ട് ഇനിയും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ ഭാഗമാണ് ഇവിടുന്ന് ഇവിടെ അവിടുത്തെ ഓൾഡ് ഏജ് ഹോമില്, പ്രായമുള്ളവർ നോക്കുന്നതായ ഹോമില് പ്രിയ സാറും അച്ഛനും കൂടെ ഒരുമിച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് അവിടെയും ആ സ്ഥാപനത്തിലും കൂടെ അവിടെയുള്ള അന്തേവാസികൾ ആളുകൾക്ക് ആവശ്യമായ ക്ലാസ് എടുക്കുവാനും ഒക്കെയും ഇപ്പോഴും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെ എത്ര ഓർക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു മിഷനറി ദൗത്യവുമായിട്ട് മിഷനായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലും ഒക്കെ പ്രവർത്തിച്ച് ധാരാളം അനുഭവ സമ്പത്തിലൂടെ ഈസ്റ്റ് കേരള മഹാടവിയിലെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മേലുകാവ് പ്രദേശത്ത് നിന്ന് സുവിശേഷ വേലയ്ക്കായിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ച ധാരാളം വ്യക്തികളും കുടുംബങ്ങളും ഉണ്ട് എന്ന് നമുക്ക് അറിയാം. പ്രത്യേകിച്ച് പുതുപ്പടിക്കൽ കുടുംബവും കൊച്ചുവരക്കൽ ഫാമിലി എല്ലാം സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടതായ ആളുകൾ, മിഖായൽ, ആശാൻ, അതുപോലെ ഹെൻറി, ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമുക്ക് ഈ വംശാവലികൾ എഴുതുമ്പോൾ പുതുപ്പടിക്കൽ ഫാമിലിയുമായിട്ടും അതുപോലെ മറ്റു കുടുംബം കൂടുതലായിട്ട് ശക്തീകരിക്കട്ടെ, ശുശ്രൂഷയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന്
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.